Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് നടക്കാനുള്ളത്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 3 സബ്ജക്ട്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്പർ 1 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 2, ദെൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ മൂന്നിന്റെയും വീഡിയോസ് അവൈലബിൾ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയില് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണൽ ഫിനാൻസ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SI ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ വലിയൊരു പേപ്പറാണ്, അതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. M.Com 4 സെമസ്റ്ററിലെ 3 സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ് പാർട്ട് 2, ഡെറിവേറ്റീവ്സ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്റർനാഷണൽ ഫിനാൻസ് ഞാൻ നേരത്തെ പറഞ്ഞു വലിയൊരു പേപ്പറാണ്. ആസ് യൂഷ്വൽ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ 5 മൊഡ്യൂളിൽ നമുക്കൊരു 7 ചാപ്റ്ററുകളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. സോ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ആണ്. ദെൻ തേർഡ് ചാപ്റ്റർ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ദെൻ ഫോർത്ത് വരുന്നത് തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഫിഫ്ത്ത് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ. ദെൻ നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ആൻഡ് ഫൈനലി ഷോർട്ട് ടൈം അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇങ്ങനെ 7 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിലബസ് നോക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ 25% അവിടെ പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ 75% തിയറി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാലും എക്സാമിന് ഇതുവരെയായിട്ട് പ്രോബ്ലംസ് ഒന്നും കണ്ടിട്ടില്ല, മുഴുവൻ തിയറി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തിയറി ഏരിയാസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. പ്രോബ്ലംസിന്റെ ഏരിയാസ് ഉള്ളത് വെറുതെ നോക്കി നേരം കളയേണ്ട ആവശ്യമില്ല. ഇതുവരെയായിട്ട് ഒറ്റ എക്സാമിനും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ദെൻ നമ്മുടെ ഈ ഒരു പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ എക്സാമിന് വരുന്ന ടെക്നിക്കൽ ഏരിയാസ് ഉണ്ട്. അതല്ലാണ്ട് ചില ചാപ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വായിച്ചാൽ തന്നെ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. പലതും റിപ്പീറ്റ് അല്ലാത്ത ഒരുപാട് മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും, ഏരിയാസ് കാണാൻ സാധിക്കും. അപ്പോൾ എക്സാമിന് വരുന്നത് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഏരിയാസും അതല്ലാണ്ട് സിലബസിന്റെ ഭാഗമായിട്ട് വെറുതെ കുറെ നമ്മൾ അച്ചടിച്ചു വെച്ച് കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഇനി നമ്മൾ 1 by 1 ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. സോ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് ചാപ്റ്റർ ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ഫിനാൻസ്. അപ്പോൾ സാധാരണ ഇതിൽ നിന്ന് 2 വെയിറ്റേജിന്റെ ഒരു തിയറി, അതുപോലെ തന്നെ 3 വെയിറ്റേജിന്റെ, ദെൻ എസ് ചിലപ്പോഴാണ് വരാറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ നിന്നൊരു ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ 2 വെയിറ്റേജ് അല്ലെങ്കിൽ 3 വെയിറ്റേജ്, അങ്ങനെ ബേസിക് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് കണ്ടുവന്നിട്ടുള്ളത്. നോക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു വെയിറ്റേജ് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ 3 വെയിറ്റേജിൽ ഒരു ചോദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് 5 വെയിറ്റേജിന്റെ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു പാർട്ടിൽ. അത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്റർനാഷണൽ ഫിനാൻസ് എന്താന്നുള്ളത് കാണാൻ സാധിക്കും. നിർബന്ധമായി നോക്കിയിരിക്കണം ഇന്റർനാഷണൽ ഫിനാൻസ്. ഇപ്പോൾ 2 വെയിറ്റേജിന്റെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ദെൻ എക്സാമിന് ആയിട്ട് ഇതിനേക്കാൾ മുമ്പത്തെ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ്. നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഇതാണ് നമുക്ക് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻസ്. അത് 3 വെയിറ്റേജിന്റെ ചോദ്യമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
5 വെയിറ്റേജിൻ്റെ SC ആയിട്ടും ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻസ്. 3 വെയിറ്റേജിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഷോർട്ടാക്കിയിട്ട് എഴുതാം. 5 വെയിറ്റേജിൻ്റെ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ഒരു 2 പ്രാവശ്യത്തെ പേപ്പറിൽ 3 വെയിറ്റേജ് ആണ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇനി റീസൺസ് ഫോർ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ് ഇതിനായിട്ട് മുമ്പൊന്നും ചോദിച്ചിട്ടില്ലേ, നമുക്ക് നോക്കാം എന്ന് മാത്രം. ദെൻ അതിനുശേഷം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ എൻവയോൺമെന്റ് 2 വെയിറ്റേജിൻ്റെ ഇതിൻ്റെ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ദെൻ ഇതിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വരും ചാപ്റ്ററുകൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ് 2 വെയിറ്റേജിന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിർബന്ധമായി നോക്കണം. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് 2 വെയിറ്റേജ്, പിന്നെ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കണം. ഇതിൽ ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് സിസ്റ്റത്തിനെ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റിയിട്ട് 2 വെയിറ്റേജിന് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ കറൻസി കൺവേർട്ടബിലിറ്റി. അപ്പോൾ ഈ ഒരു കോമ്പോണൻസിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. BOP നോക്കാം. ഇനി നെക്സ്റ്റ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്. അതിലേതെങ്കിലും ഒരു റിസ്ക്, കൺട്രി റിസ്കോ അങ്ങനെ ഏതെങ്കിലും റിസ്ക് ചോദിക്കാം. ബട്ട് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇനി അഗെയിൻ 2 വെയിറ്റേജ് ആണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താന്നുള്ളൊരു ചോദ്യം. അഗെയിൻ ഞാൻ പറയണു 2 വെയിറ്റേജിലേക്ക് വേണ്ടി മാത്രം പഠിക്കുക. അത് വിട്ടിട്ടുള്ള ഒരു ചോദ്യം കണ്ടിട്ടില്ല. ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അത് വിട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടില്ല, എക്സ്പെക്ട് ചെയ്യണില്ല കേട്ടോ. ദെൻ ഈ ഏരിയാസ് ഒന്നും അങ്ങനെ ഇതുവരെയായിട്ട് കാണാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ടൈമിൻ്റെ ബേസിൽ മാത്രം നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. ഇതൊന്നും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് എന്തൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ നോക്കാമെന്ന് മാത്രം. റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാത്ത ഏരിയാസ് ആണ് ഇതൊക്കെ കേട്ടോ. ഇതൊന്നും ഇതുവരെയായിട്ട് വരാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് ഒക്കെ 2 വെയിറ്റേജിലേക്ക് മാത്രം നോക്കി വയ്ക്കുക. അതൊക്കെ 2 വെയിറ്റേജ്. അത് വിട്ടിട്ട് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അവസാനം നോക്കാമെന്ന് മാത്രം. ഇനി ഇതിൽ ഈ ഒരു ടോപ്പിക് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് എന്താണ് 2 വെയിറ്റേജിലേക്ക് വരാം. അതിൽ GDR എന്താണ്, EDR, ഇന്റർനാഷണൽ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് 2 വെയിറ്റേജിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അത്രയ്ക്കാണ് ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, ഇനി നെക്സ്റ്റ് റീസെന്റ് ചേഞ്ചസ് ഇൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇതാണ് SA ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ അപ്പോൾ SAക്ക് വന്ന ഒരു ചോദ്യം ഇതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ള അറിയില്ല, എന്നാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതുവരെ ഇതിൽ നിന്നൊരു SA ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ളത് ഈ ഒരു ടോപ്പിക്കാണ്. ഒരു 10-17 പോയിന്റ്സ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് SA വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ള അറിയില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇന്റർനാഷണൽ ഫിനാൻസ് എന്താണ്, അതിന് ഇമ്പോർട്ടൻസ്, പിന്നെ ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ കറൻസി കൺവേർട്ടബിലിറ്റി കൺസെപ്റ്റ്, പിന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ മണി മാർക്കറ്റ്, ഇതൊക്കെ എന്താണ്, പിന്നെ GDR, EDR എന്താണ്, പിന്നെ ഈ ലാസ്റ്റ് റീസെന്റ് ചേഞ്ചസ് ഇൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഇത്ര ഏരിയാസ് ആണ് ഇതിൽ നിന്ന് ചോദ്യങ്ങളായിട്ട് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ളത്. SA ആയിട്ട് ഇരട്ട ക്വസ്റ്റ്യൻ ആണ് വരാറ്, അതല്ലാണ്ട് ക്വസ്റ്റ്യൻസ് കാണാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു SA ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസെന്റ് ചേഞ്ചസ് ഇൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, വീണ്ടും ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നുള്ളതൊക്കെ 2 വെയിറ്റേജിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കണം കേട്ടോ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. SA എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 2 വെയിറ്റേജിന് വേണമെങ്കിൽ വരാം. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, ബ്രിട്ടൻ വുഡ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ 2 വെയിറ്റേജ്, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, 3 പാർട്ടിലും പ്രതീക്ഷിക്കാം. ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്താണെന്നുള്ളത് 2 വെയിറ്റേജിലേക്ക് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അത് 3 വെയിറ്റേജിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഡെവലപ്ഡ് ബൈ ബ്രിട്ടൻ വുഡ്. ഇത് 3 വെയിറ്റേജിൻ്റെ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും. ഇത് 2 വെയിറ്റേജിൽ പല പേപ്പറിലും വന്നിട്ടുള്ളതാണ്.
ഇതിൻ്റെ ഡിഫറൻസ് ഒരു പ്രാവശ്യം 2 വെയിറ്റേജിൻ്റെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ അതോറിറ്റീനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് IMF SA പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ IMF വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും പഠിച്ചു വയ്ക്കണം, വീണ്ടും വരാം. അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, പിന്നെ ADB, ഈ 3 അതോറിറ്റീസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് വേൾഡ് ബാങ്ക്, IMF, ADB. സോ അതിലെ ആദ്യത്തെ IMF ആണ്. ഞാൻ പറഞ്ഞു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. SAക്ക് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം IMF. അതിൻ്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. 2 വെയിറ്റേജിൻ്റെ ആവാം, അല്ലെങ്കിൽ SAയിലാവാം. SAയിൽ ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ഫങ്ഷൻസ് IMFൻ്റെ. ഒരു കാരണവശാലും IMFൻ്റെ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു SAക്ക് വേണ്ട ഒരു കണ്ടന്റ് ഉള്ളതാണ് കേട്ടോ, ക്രിറ്റിസിസം. ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ ടോപ്പിക്ക് IMF. ഇനി IMFന് ശേഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് നോക്കിക്കോളൂ കേട്ടോ, റോൾ ഓഫ് IMF ഇൻ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി നോക്കണം കേട്ടോ സെപ്പറേറ്റ്. IMFൻ്റെ റോൾ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു 8 പോയിന്റ് ഉണ്ട്. അതിനുശേഷം വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്ക് IBRD അതിൻ്റെ കൺസെപ്റ്റ് നോക്കണം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കണം. 2 വെയിറ്റേജോ 3 വെയിറ്റേജോ ആയിട്ട് ചോദിക്കാം. ഒബ്ജക്റ്റീവ്സ് IBRDയുടെ, അതിൻ്റെ ഫങ്ഷൻസ് വേൾഡ് ബാങ്ക്. ദെൻ അപ്പോൾ ആദ്യം IMF പറഞ്ഞു, പിന്നെ നമ്മൾ വേൾഡ് ബാങ്ക് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ADB ആണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. 3 വെയിറ്റേജിൻ്റെ ഇതിനായിട്ട് മുമ്പ് കണ്ടുവന്നിട്ടുള്ളൂ, അതല്ലാണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ല. ദെൻ ഇനി വലിച്ചു വരി പഠിക്കരുത്, വേണ്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ 2 വെയിറ്റേജിൻ്റെ ജസ്റ്റ് നോക്കാമെന്ന് മാത്രം, ഇതുവരെയായിട്ട് കാണാത്തൊരു കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞു ADB ആണ് നെക്സ്റ്റ് നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. 2 വെയിറ്റേജിൻ്റെ ചോദിക്കാം, 3 വെയിറ്റേജിൻ്റെ ചോദിക്കാം. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ADB, ഫങ്ഷൻസ് ഉണ്ട്. 3 വെയിറ്റേജിൻ്റെ ഉള്ള ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രയ്ക്കാണ് അതിൻ്റെ സ്കോപ്പ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ചാപ്റ്റർ നമ്പർ 2. ചാപ്റ്റർ നമ്പർ 2ൽ നിന്ന് ഒരു essay വരാറുണ്ട്. അത് ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ളത് IMF ആണ്. പിന്നെ ADB, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ഒക്കെ 3 വെയിറ്റേജിൻ്റെയിലും 2 വെയിറ്റേജിൻ്റെയിലും ആയിട്ട് വരാറുണ്ട്. പിന്നെ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്താണ്, 2 വെയിറ്റേജ്. ഫ്ലോട്ടിങ് ഫിക്സഡ് റേറ്റ് സിസ്റ്റം, അതൊക്കെ 2 വെയിറ്റേജ്. ഇങ്ങനെയാണ് വരാറ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 3, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. സോ ഇതിൽ നിന്ന് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചാപ്റ്റർ നമ്പർ 4ലും കാണാറുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ഉണ്ട്. ഒരു 4 തിയറി. അതിൽ 2 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ ഒരെണ്ണം എല്ലാ പേപ്പറിലും വരാറുള്ളതാണ്, പർച്ചേസിങ് പവർ പാരിറ്റി തിയറി. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് തിയറി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 തിയറീസ്, 2-3 തിയറീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു തിയറി എല്ലാ പ്രാവശ്യം SAക്ക് വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ചില സമയത്ത് 3 വെയിറ്റേജിൻ്റെ ഇടാറുണ്ട്. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 തിയറി തന്നെ SAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വലിച്ചു വരി പഠിക്കേണ്ട ആവശ്യമുള്ളത് മാത്രം നോക്കുക എന്നുള്ളതാണ് സ്മാർട്ട് സ്റ്റഡിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ് നിർബന്ധമായും പഠിക്കുക. 2 വെയിറ്റേജിന് തന്നെ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്, എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ബേസിക്സ് ആണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് നോക്കിക്കോളൂ കേട്ടോ. വരണം നമുക്ക് 3 വെയിറ്റേജിൻ്റെയിലേക്കോ അല്ലെങ്കിൽ എന്തായാലും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതിൻ്റെ ഫങ്ഷൻസും ബേസിക് കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, റിപ്പീറ്റ് അല്ല. ഇനിയിപ്പോൾ സ്പോട്ട് മാർക്കറ്റ് 2 വെയിറ്റേജ് ആണ്. അതൊക്കെ സ്പോട്ട്, അത് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററുകളിൽ വീണ്ടും കാണാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെയാണ് നോക്കേണ്ടത്. ഇതൊന്നും അങ്ങനെ കാണാത്തതാണ്. ക്രോസ് എക്സ്ചേഞ്ച്, ഇതിൻ്റെ പ്രോബ്ലംസ് ഇതൊന്നും വരാറില്ല. വെറുതെ നേരം കളയരുത്. ഈ ഏരിയാസൊക്കെ നോക്കിയിട്ട് ഇതിൽ ഞാൻ പറഞ്ഞ തിയറീസിലോട്ടാണ് മെയിനായിട്ട് പോകേണ്ടത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ.
ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നോക്കാം. ഇതൊന്നും അങ്ങനെ വരാത്ത കാര്യങ്ങളാണ് കേട്ടോ. വെറുതെ നേരം കളയരുത്. ഈ ഏരിയാസൊക്കെ നോക്കിയിട്ട് ഇനി നെക്സ്റ്റ് പോകേണ്ടത് ഇതൊന്നും വരാറില്ല, ഇതൊന്നും കാണാറില്ല. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇത് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഒരു 3 വെയിറ്റേജിലേക്കോ ഒക്കെ സ്കോപ്പുള്ള ഒരു കണ്ടൻ്റാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്. എസ്സേയിലേക്കൊക്കെ നമുക്ക് ഇടാം, ഇത്ര പോയിന്റുകളുള്ളതല്ലേ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോറിൻ എക്സ്ചേഞ്ച് അത് നോക്കാം. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അത് നോക്കാം. ഒരു എസ്സേ കണ്ടന്റ് ഉള്ളതാണ്. ഇതൊന്നും വരാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഈ ഏരിയാസ് ഒന്നും നോക്കി നേരം കളയരുത്. ഫോർകാസ്റ്റിംഗ്, ദെൻ അതിനുശേഷം മെത്തേഡ്സ് ഇതൊന്നും കണ്ടുവന്നിട്ടില്ല. ഇനി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആർബിട്രേജ് എന്താണ്, 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്, എന്താണ് ആർബിട്രേജ് എന്നുള്ളത്. ദെൻ അതിനുശേഷം ഈ ഏരിയാസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഇതൊന്നും കാണാറില്ല. ഇൻ്റർനാഷണൽ പാരിറ്റി റിലേഷൻഷിപ്പ്, ഇതാണ് നമ്മുടെ 3 തിയറീസ് ഇൻ്റർനാഷണൽ പാരിറ്റി റിലേഷൻഷിപ്പിൽ. നമ്പർ 1 ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. Number 2 purchasing power parity theory. Number 3 international Fisher's effect. Then forward rate and future spot rate parity. ഇതിൽ ഈ ഇൻ്റർനാഷണൽ പർച്ചേസിങ് പവർ പാരിറ്റി തിയറി ലാസ്റ്റ് 3 വർഷത്തെ പേപ്പറിലും വന്നിട്ടുള്ളതാണ്. PPP മിക്ക പേപ്പറിലും എസ് എ ആണ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ് എ വന്നിട്ടുണ്ട്. നിങ്ങൾ ആ പേപ്പറിൽ ഈ 2 ക്വസ്റ്റ്യനും എസ് എ കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിനെ പറ്റി ചോദിച്ചു, അതുപോലെ തന്നെ പർച്ചേസിങ് പവർ പാരിറ്റിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫിഷേഴ്സ് ഇഫക്റ്റ് 2 വെയിറ്റേജിനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു പ്രാവശ്യം 3 വെയിറ്റേജിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിയുടെ കൺസെപ്റ്റ് നോക്കണം. പ്രസൻറ്റ് ചെയ്യാൻ കുറച്ചൊരു സുഖമില്ലാത്തൊരു ടോപ്പിക്കാണ്. ഈ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും നോക്കണ്ട, അതിൻ്റെ തിയറി മാത്രം നോക്കിയാൽ മതി കേട്ടോ, ബേസിക് തിയറി. ഇപ്പോൾ 2 വെയിറ്റേജിലേക്കൊക്കെ നമുക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കണം. ഇപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഇവല്യൂഷൻ, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിനെ പറ്റിയിട്ട് അതിൻ്റെ മെറിറ്റ്സ് നോക്കുക, ഡിമെറിറ്റ്സ് നോക്കുക. ഓക്കെ. ദെൻ അതിനുശേഷം പർച്ചേസിങ് പവർ പാരിറ്റി തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അടുത്ത ചാപ്റ്ററിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. പർച്ചേസിങ് പവർ പാരിറ്റി തിയറി എന്താണെന്ന് നോക്കാം. പിന്നെ ഇന്റർനാഷണൽ ഫിഷർ ഇഫക്റ്റ് ഇതും നോക്കാം. ഈ 3 തിയറീസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും നോക്കി നേരം കളയേണ്ട ആവശ്യമില്ല, വരാറില്ല. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ഈ തിയറി ഡീറ്റെയിൽസ്. അതിൻ്റെ ക്രിറ്റിസിസംസും കാര്യങ്ങളൊക്കെ നോക്കാം. ദെൻ സ്വിഫ്റ്റ് എന്താണ്, 2 വെയിറ്റേജിൻ്റെ മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് സ്വിഫ്റ്റ് മെക്കാനിസം. അതുപോലെ തന്നെ ഈ ക്ലിയറിംഗ് ഹൗസ് ഇന്റർ ബാങ്ക് പേയ്മെന്റ് സിസ്റ്റം, ചിപ്സും നോക്കാം. അപ്പോൾ ചിപ്സും സ്വിഫ്റ്റും നോക്കണം കേട്ടോ, 2 വെയിറ്റേജിൻ്റെക്ക് വേണ്ടി മാത്രം, അങ്ങനെ വരാറുള്ളൂ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പ്രോബ്ലംസ് ഉള്ളതൊക്കെ സ്കിപ്പ് ചെയ്യുക. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോറിൻ എക്സ്ചേഞ്ച് അത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു 4 തിയറീസിലെ മെയിനായിട്ട് ആ 3 തിയറീസ്, ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി, അതുപോലെ തന്നെ PPP പർച്ചേസിങ് പവർ പാരിറ്റി തിയറി, ഫിഷേഴ്സ് ഇഫക്റ്റ്, 3ൻ്റെയും ബേസിക് തിയറീസ് മാത്രം എടുത്ത് പഠിക്കുക. 2 വെയിറ്റേജിലേക്കുള്ളതുണ്ട്, പിന്നെ എസ്സേക്കുള്ളത് അടുത്ത ചാപ്റ്ററിൽ കണ്ടിന്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ സ്കിപ്പ് ചെയ്യുക. മെയിനായിട്ടുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അതാണ് കണ്ടുവരാറ്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഡെപ്തിൽ കാണാൻ സാധിക്കും. അതിൽ ഈ PPPയുടെ മെയിൻ കാര്യങ്ങൾ ഇവിടെയാണ്. തിയറീസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, പർച്ചേസിങ് പവർ പാരിറ്റി തിയറി. എസ്സേ ചോദിച്ചാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇതിലുള്ള കൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ ക്രിറ്റിസിസംസ്, അസംഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. അതിൻ്റെ ഇവല്യൂഷൻ, സബ്ജക്റ്റ് ഫോളോയിങ് ക്രിറ്റിസിസംസ്, ഇതൊക്കെ എഴുതാം. ഓക്കെ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും PPPയുടെയും ഫിഷേഴ്സിൻ്റെയും കൺസെപ്റ്റ് നിർബന്ധമായും നോക്കുക. അതിൽ PPP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് അസെറ്റ് മാർക്കറ്റ് മോഡൽ. 3 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അസെറ്റ് മാർക്കറ്റ് മോഡൽ. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, നിർബന്ധമായും പഠിക്കുക. 2 വെയിറ്റേജിലേക്കോ 3 വെയിറ്റേജിലേക്കോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അസെറ്റ് മാർക്കറ്റ് മോഡൽ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്.
ഇനി നെക്സ്റ്റ് പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളത് അത് നോക്കിക്കോളൂ കേട്ടോ. പോർട്ട്ഫോളിയോ ബാലൻസ് മോഡൽ നോക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും വരാൻ 280 ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇനി നെക്സ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പി ഒരൊറ്റ പ്രാവശ്യം കൂടെ വന്നിട്ടില്ല. എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പിയുടെ കാര്യങ്ങൾ കൺസെപ്റ്റ് ഇതല്ലാണ്ട് വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങൾ വെറുതെ നോക്കി നേരം കളയരുത്. അതിൻ്റെ കൺവെർട്ടബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല റിപ്പീറ്റായിട്ട്. കൺവെർട്ടബിലിറ്റിയും കാര്യങ്ങളും ഡേഞ്ചേഴ്സ് കൺവെർട്ടബിലിറ്റി ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്രോബ്ലംസും കാര്യങ്ങളാണ്, അതൊന്നും വരാറില്ല കേട്ടോ. വെറുതെ നേരം കളയരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ PPP മെയിനായിട്ട് നോക്കുക, അതിൻ്റെ ക്രിറ്റിസിസംസ് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു അതിനുശേഷം അസറ്റ് മാർക്കറ്റ് മോഡലുണ്ട്, പോർട്ട്ഫോളിയോ മോഡലുണ്ട്, അതൊക്കെ ബേസിക് തിയറി 2 വെയിറ്റേജ് നോക്കുക കേട്ടോ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 5 ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ. 2-3 വർഷം മുമ്പത്തെ പേപ്പറിൽ മാത്രം ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ. വീണ്ടും ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ? 2 വെയിറ്റേജിൻ്റെ പഠിക്കാം. പിന്നെ ഇതിൻ്റെ ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ, ഇതാണ് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലെ SCക്ക് ചോദിച്ചത്. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ? എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ. ഒറ്റ പ്രാവശ്യം SCക്ക് ചോദിച്ചിട്ടുള്ളൂ, പിന്നെ വന്നിട്ടില്ല. വീണ്ടും ഉണ്ടാവുമെന്ന് അറിയില്ല. ട്രാൻസാക്ഷൻ എക്സ്പോഷർ പ്രോബ്ലംസ് ഒന്നും നോക്കണ്ട. ദെൻ ഹെഡ്ജിങ് എന്താണെന്നുള്ളത് നോക്കാട്ടോ 2 വെയിറ്റേജിലേക്ക്. അപ്പോൾ ഇത് ടൈമിൻ്റെ ബേസിൽ അവസാനം നോക്കാം, വെറുതെ നേരം കളയരുത്. പ്രോബ്ലംസ് എൻ്റെ ഇടയിലുള്ളത് സ്കിപ്പ് ചെയ്യാം, നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇത് ഞാൻ പറഞ്ഞു ഒറ്റ പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ. അടുത്ത അപ്പോൾ ഓരോ എക്സ്പോഷർ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ SC ഇങ്ങനെ വരാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ പിക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ആ പോയിന്റുകൾ. അതല്ലാണ്ട് ഈ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ശരിക്കും ഇതൊന്നും നോക്കി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. കണ്ടോ, ഒരുപാട് കണ്ടൻസ് കുത്തി നമുക്ക് കാണാൻ പറ്റും. ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ, അപ്പോൾ ഈ എക്സ്പോഷേഴ്സ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമ്മൾ എഴുതണ്ടേ. അപ്പോൾ ആ കണ്ടൻസ് നോക്കുക, അതിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസ് നോക്കി നേരം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതൊന്നും വരാറില്ല അങ്ങനെ ഈ പറഞ്ഞ കാര്യം. ഇനി ഇതാ ഇപ്പോൾ കാണുന്നൊന്നും ഇങ്ങനെ കണ്ടുവരാത്ത കാര്യങ്ങളാണ്, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പൊളിറ്റിക്കൽ എക്സ്പോഷറാണ് നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പോഷർ കണ്ടൻസ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടിട്ടുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പോഷർ. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്? 2 വെയിറ്റേജിൻ്റെ നോക്കാം, വരാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഏരിയസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. പിന്നെ വരുന്ന ഈ പ്രോബ്ലംസ് ആണ് കണ്ടിട്ടില്ല. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് എന്താണ്? 2 വെയിറ്റേജിലേക്ക് നോക്കാം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് 2 വെയിറ്റേജിലേക്ക് മാത്രം നോക്കാം. ഇനിയുള്ള ഈ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല, വരാത്തതുകൊണ്ടാണ്. ദെൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇതൊക്കെ വരാറുള്ളതാണ്. ഓപ്ഷൻ ഇതൊക്കെ നോക്കാം, കൺസെപ്റ്റ് അത് നമുക്കിനി വരും ടോപ്പിക്കിലും കാണാനുണ്ട്. ഹെഡ്ജിങ് എന്താണെന്ന് നോക്കാം, ഫ്യൂച്ചർ, ഓപ്ഷൻ ഇതൊക്കെ എന്താണെന്ന് നോക്കാം 2 വെയിറ്റേജിൻ്റെ. അതല്ലാണ്ടുള്ള ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും ഇങ്ങനെ ഫ്യൂച്ചർ മാർക്കറ്റ് എന്താണ് 2 വെയിറ്റേജിൻ്റെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ. ഇമ്പോർട്ടൻസ് ഓഫ് ഫോർവേഡ് മാർക്കറ്റ് ഓർ ഫ്യൂച്ചർ മാർക്കറ്റ് ഇത് നോക്കാം. ഫ്യൂച്ചറും ഫോർവേഡും ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. ഫ്യൂച്ചറും ഫോർവേഡും. ഓപ്ഷൻ മാർക്കറ്റ് എന്താണ് അത് നോക്കി വയ്ക്കണം, വരാറുണ്ട്. സ്വാപ്പ് മാർക്കറ്റ് എന്താണ്? 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളുണ്ട് ഡെറിവേറ്റീവ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ടീമുകൾ, അത് ഫ്യൂച്ചർ, ഫോർവേഡ്, സ്വാപ്പ്, ഓപ്ഷൻ, ഇത് 4ഉം എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കണം. 2 വെയിറ്റേജിൻ്റെ എല്ലാ പ്രാവശ്യവും വരാറുണ്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് കൺട്രി റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണാനുള്ള. എന്താണ് കൺട്രി റിസ്ക് അനാലിസിസ് എന്നുള്ളത് നോക്കാം കേട്ടോ. 2 വെയിറ്റേജിൻ്റെ 3 വെയിറ്റേജിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കാം. കൺട്രി റിസ്ക് അനാലിസിസ്
ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് പറഞ്ഞ ഈ കാര്യങ്ങൾ, ഓപ്ഷൻ, സ്വാപ്പ്, ഫോർവേഡ്, ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ മുഴുവൻ നോക്കാം. അതിൻ്റെ ഡിഫറൻസ്, ഫ്യൂച്ചറും ഫോർവേഡ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നോക്കി വയ്ക്കാം. 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ ആദ്യം പറഞ്ഞ ഏരിയാസിൽ കുറേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ. അപ്പോൾ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ, ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ളത് ഒരൊറ്റ പേപ്പറിൽ, ഒരു 3-4 വർഷം മുമ്പുള്ള ഒരൊറ്റ പേപ്പറിലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും അടിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ലേ, സ്വാപ്പ്, ഫോർവേഡ്, ഫ്യൂച്ചർ, അതിൻ്റെ ഡിഫറൻസ്, ആ ചോദ്യങ്ങൾ എല്ലാ പേപ്പറിലും 2 വെയിറ്റേജിൻ്റെ എപ്പോഴും വരാറുണ്ട്. ദെൻ ഡിഫറൻസ് ഒരു പ്രാവശ്യം 3 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 6, ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. സോ ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ നോക്കാം. അതല്ലാണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒന്നും വരാറില്ല. ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് നോക്കാം ആദ്യം. ദെൻ അതിനുശേഷം നമ്മൾ MNCനെ പറ്റിയിട്ടുള്ളത് ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ വരാറില്ല. പ്രോബ്ലംസ് ഒക്കെ സ്കിപ്പ് ചെയ്യാം. ഉള്ള ഏരിയാസ് കാണാത്തതാണ്, വെറുതെ നേരം കളയരുത്. ഫോറിൻ പ്രോജക്റ്റ്, ദെൻ അതിനുശേഷം ക്യാഷ് ഫ്ലോ, ഇതൊന്നും പ്രോബ്ലംസ് ആണ് വരുന്നത്. ഇതൊന്നും വരാറില്ല കേട്ടോ. ടൈം വേസ്റ്റ് ചെയ്യരുത്. ഈ ഏരിയാസ് നോക്കിയിട്ട് പ്രോബ്ലംസ് ആണ് അഗെയിൻ വരാറില്ല. ഇതിൻ്റെ പ്രോബ്ലംസ്, ഈ കാര്യങ്ങളൊക്കെ വെറുതെ നോക്കി സമയം കളയരുത് സിലബസിൽ. ഇനി ALM എന്താണ്, അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് നോക്കാം. ഇൻ MNCനെ പറ്റിയിട്ടുള്ള ഇത് നോക്കാം കേട്ടോ. അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് MNCയിൽ, ഇമ്പാക്ട് ഓഫ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓൺ MNCനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ALM എന്താണെന്നുള്ളത് സെപ്പറേറ്റും ചോദിക്കാറുണ്ട്. അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റിനെ പറ്റിയിട്ട് നിർബന്ധമായും പഠിക്കുക. 2 വെയിറ്റേജിൻ്റെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് നോക്കാം കേട്ടോ. ALM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് നോക്കുക, ഇമ്പോർട്ടൻസ് നോക്കുക, എക്സ്പെക്ട് ചെയ്യാം ALM. ദെൻ അതിനുശേഷം ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഇതിലുള്ള ടോപ്പിക്ക് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ്. 2 വെയിറ്റേജോ 3 വെയിറ്റേജിലേക്കാണ് കൂടുതൽ കാണാറ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതിൽ ടൈപ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, FDI എന്താണ്, FPI എന്താണ്, മിക്ക പേപ്പറിലും മാറി വരാറുള്ളതാണ്. എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, നിർബന്ധമായും പഠിക്കണം കേട്ടോ. FDI ഇതാ എൻ്റെ മെത്തേഡ്സ് പഠിച്ചോളൂ, അല്ലെങ്കിൽ ഫോംസ്. ദെൻ അതിനുശേഷം ടൈപ്സ് അല്ല, അതിൻ്റെ താഴെ എൻ്റെ ബെനഫിറ്റ്സ്, ഇതാണ് മെയിനായിട്ട് നോക്കേണ്ടത്, ബെനഫിറ്റ്സ് ഓഫ് FDI. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ FDI എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കുക, ഡിസഡ്വാൻറ്റേജസ് നോക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു SAക്ക് സ്കോപ്പ് ഉള്ളതാണ്. ബട്ട് കൂടുതൽ 3 വെയിറ്റേജിലേക്കാണ് കണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും പഠിക്കുക. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിലെ FDI വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി FDI കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് FPI ആണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. FDIയും FPIയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് 2 വെയിറ്റേജിൽ വരാറുണ്ട്. FPIനേക്കാളും കൂടുതൽ FDIനെയാണ് കണ്ടുവരാറ്. എന്നാലും ഇത് നോക്കണം, FPIയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് FDI. അതിൻ്റെ ഡിഫറൻസ് നോക്കിയോളൂ കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ 3 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാം. FDIയും FPIയും തമ്മിലുള്ള ഡിഫറൻസ്, 3 വെയിറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ FDI ഉണ്ട്, FPI ഉണ്ട്, രണ്ടിനെ പറ്റിയിട്ടും പഠിക്കുക. 2 വെയിറ്റേജിലോ 3 വെയിറ്റേജിലോ പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നൊക്കെ ജസ്റ്റ് നോക്കാം. അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്, 3 വെയിറ്റേജിൻ്റെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. MNCയിൽ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 3 വെയിറ്റേജിൻ്റെ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. മൂവിങ് ടു ലാസ്റ്റ് ചാപ്റ്റർ നമ്പർ 7, ഷോർട്ട് ടൈം അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്. ഇതിൽ നിന്ന് ലാസ്റ്റ് ഏരിയ ഉണ്ട് ഈ ചാപ്റ്ററിൽ. എല്ലാ പ്രാവശ്യം SAക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഇതിൽ മെയിനായിട്ട്. അതിനേക്കാൾ മുമ്പുള്ള ഈ ബേസിക് കാര്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല. ലാസ്റ്റ് ഏരിയയിലുള്ള, ഇപ്പം നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ FDI FPI കണ്ടില്ലേ, അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ്.
വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഓഫ് MNC, ദെൻ ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻറ്റ് വന്നിട്ടൊന്നുമില്ല. MNCനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഏരിയ ആണ് ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻറ്റ് നിന്നും ഇതൊക്കെ നോക്കാം. ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. 2 VTേക്ക് ഒറ്റ പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് 2 VTH. ഇനി ഇതിൽ മെയിൻ ടോപ്പിക്ക് എടുക്കുന്നത് ലാസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇതൊന്നും അങ്ങനെ ഈ പറഞ്ഞ കാണുന്ന ഏരിയാസ് ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ. ഇൻ്റർനാഷണൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതിനുശേഷം മെയിൻ കണ്ടന്റ് വരുന്നത് അടിയിലാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യം തന്നെയാണ് ലാസ്റ്റ് കാണാൻ സാധിക്കും നമുക്ക്. ഇൻ്റർനാഷണൽ ബാങ്കിങ്, ദെൻ അതിനുശേഷം ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ എൻവയോൺമെൻറ്റ്, ദെൻ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ഇതാണ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ടൈപ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നേരത്തെ FDI ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ കാണാം ഗ്ലോബൽ ഡിപ്പോസിറ്റ് റിസീപ്റ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തെങ്കിലും നോക്കണം എന്നുള്ളത് വീണ്ടും ഇതിൽ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് SAക്ക് പലപ്പോഴും കാണാറുള്ളത്. സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് നിർബന്ധമായും പഠിക്കണം. ഓക്കെ, സിഗ്നിഫിക്കൻസ് SAക്ക് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ റോളും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു ഏരിയ ആണ്, ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ ഒരു ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു 2 വർഷത്തെ പേപ്പറിൽ SAക്ക് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 3 വെയിറ്റേജിലേക്കും പ്രതീക്ഷിക്കാം. എന്താണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ ലാസ്റ്റ് ഏരിയ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. മുകളിലത്തെ കാര്യങ്ങൾ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ടോട്ടൽ നമ്മുടെ 7 ചാപ്റ്റർ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നമ്മൾ പറഞ്ഞു SA ഒരെണ്ണം വന്നിട്ടുള്ളത് ഏതാണ് ചിലപ്പോൾ വരാറുള്ളൂ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റായിട്ട് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത് ചാപ്റ്റർ നമ്പർ 2 ആയിട്ടുള്ള IMF റിപ്പീറ്റാണ്. പിന്നെ 3 തിയറീസിലെ എല്ലാ പേപ്പറിലും PPPO ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിയോ വരാറുണ്ട് മാറി മാറി. അതുപോലെ തന്നെ ലാസ്റ്റ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ഈ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് മിക്ക പേപ്പറിലും വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. പിന്നെ FDI FPA പറ്റിയുള്ള കാര്യങ്ങൾ മറ്റൊരു ടോപ്പിക്ക്. പിന്നെ ഞാൻ പറഞ്ഞു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ബേസിക് കണ്ടന്റ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. അപ്പോൾ ഈ ഒരു 3 SA ടോപ്പിക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു 3-4 ടോപ്പിക്സ് ആണ് മാറി മാറി വരാറ്. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 2 എണ്ണം കിട്ടിയിരിക്കും. ഓക്കെ, 4 SA എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ്സ് ആണ്. പിന്നെ ഞാൻ 7 ചാപ്റ്ററിലും ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് പിക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതല്ലാത്ത ഏരിയാസ് ഒക്കെ സ്കിപ്പ് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. വലിയൊരു സബ്ജക്റ്റ് ആണ്. അതിൽ ആവശ്യമില്ലാത്ത നമ്മൾ കാണാത്ത ഏരിയാസ് ഒക്കെ ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കി മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ് ഫോക്കസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ സമയത്തിന്റെ ബേസിൽ വേണമെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്താൽ പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ നോക്കാമെന്ന് മാത്രം. ഞാൻ നോക്കാൻ പറഞ്ഞ ഏരിയാസ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഇന്റർനാഷണൽ ഫിനാൻസ് സബ്ജക്റ്റ്. ഇപ്പോൾ 4 പേപ്പറിൻ്റെയും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അഡീഷണൽ പേപ്പർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനുള്ള ഒരു പേപ്പറാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ 3 പേപ്പേഴ്സ് MCOMലെ 3 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.